ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. നമ്മുടെ കസിൻ്റെ ഒരു മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. കുട്ടിയുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടോ. ചേച്ചീൻ്റെ കൊച്ചാണ്, വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാണ്. അവൻ്റെ പേര് കാശി എന്നാണ് കേട്ടോ. ഒരു പാവം കുട്ടിയായിട്ട് ഇത് ഇവിടെ സൈഡിൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ കിയാരക്കുട്ടി കേട്ടോ. കിയാരക്കുട്ടി നന്നായി പോസൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവളൊരു കാര്യം ഓർത്തത്. പാട്ട് വെച്ചില്ലെന്ന് പറഞ്ഞ് കിയാരക്കുട്ടി ഉള്ളിലോട്ട് കയറിപ്പോയി. ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ കേട്ടോ. ഇതാണ് നമ്മുടെ ആൻറ്റിയും മാമന്മാരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്. ഇതാണ് നമ്മുടെ സത്യമാമൻ്റെ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട്. മാമൻ്റെ ഒരു കലാകാരനാണ് കേട്ടോ. അത് ഇവിടെ കാശി ബോളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. മാമൻ്റെ കലാവിരുദ്ധ ഇതാണ്. മാമനാണ് ഡെക്കറേഷനൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങണം കേട്ടോ. ഇനി ബർത്ത്ഡേ ക്യാപ്പ് കണ്ടപ്പോൾ കിയാരക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ അതും തലയിൽ വെച്ച് ചിരിച്ചുകൊണ്ടൊക്കെ കുറച്ച് നേരം നിന്നു. പിന്നെ കേക്ക് മുറിക്കാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. കേക്ക് മുറിക്കുന്ന സമയത്ത് അതൊരു വെയിറ്റ് ആയി തോന്നുന്നതുകൊണ്ട് നമ്മളത് മെല്ലെ ഊരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കിയാരക്കുട്ടി കേക്ക് മുറിച്ച് തുടങ്ങിയിരിക്കുന്നു. Wow. Thank you very much. പിന്നെ മാമന്മാർക്കും ആൻറ്റിമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ കിയാരക്കുട്ടി കേക്ക് മുറിച്ച് ഓരോരോ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് കാണാം. ഇതാണ് കിച്ചിലുവിൻ്റെ അച്ഛൻ. കിച്ചിലുവിൻ്റെ അച്ഛന് ഫസ്റ്റ് അവൾ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ കിച്ചിലു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അവൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മമ്മ വന്നു, അമ്മമ്മക്ക് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അവൾക്ക് 2 കേക്ക് കണ്ടുകൊണ്ട് കൺഫ്യൂഷനാണ്. ഏത് കേക്ക് അവൾക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ആകെ കൂടി ഒരു കൺഫ്യൂഷനായിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഒരു കേക്ക് എടുത്ത് മാറ്റി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ചിമ്മു. അപ്പോൾ ഇതാണ് സത്യമാമൻ. ഇതാണ് അച്ഛൻ കേട്ടോ. അച്ഛനാണ് ഇവിടെ നിൽക്കുന്നത്. കറക്റ്റ് മുറിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷാജി പാപ്പനാണ്. ഷാജി പാപ്പന് ഒരു കഷ്ണം കേക്ക് അവൾ കൊടുക്കുന്നുണ്ട്. വിളിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആൾ വരുന്നുണ്ട്. അടുത്ത അവളുടെ ഒരു ഫ്രണ്ടിനാണ്, കിച്ചിലുവിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടാണ് അവൾ ഹായ് പറഞ്ഞത്. അടുത്ത വേറൊരു മാമനാണ്. ആ മാമൻ അവൾ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് സുജമായി. ഇനി നമ്മുടെ കുട്ടിയേട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കിയാരക്കുട്ടീൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൾ എടുത്ത് നോക്കുകയാണ്. എന്തായാലും ഒരു വാട്ടർ ബോട്ടിലൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. കിച്ചിൽ ഓരോന്നും എടുത്ത് നോക്കിയിട്ട് ഓരോന്നിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. പിന്നെ അവളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഓരോരുത്തരടുത്തേക്ക് ഇങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ഓട്ടാണ്, ഫുള്ള് ഓടി നടത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റിമാരും ഒക്കെയാണ്. അപ്പോൾ ഇനി കിച്ചിലുവിൻ്റെ കളി കണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടൻ വളരെ കുഞ്ഞതായപ്പോഴുണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. അവന് ഓർമ്മയില്ല ഇവരെയൊന്നും കണ്ടതായിട്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, ഓരോരുത്തരും കാണുമ്പോൾ ഇതാരാണ് എന്നൊക്കെ ഉള്ള ഡൗട്ടൊക്കെ ചോദിച്ചാൽ അവൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കിച്ചിലുവാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു ബോക്സിൻ്റെ മേലെ ഇങ്ങനെ അതെന്താ സംഭവം തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കിട്ടിയ വേറൊരു ഗിഫ്റ്റാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടിയേട്ടനും ഫോട്ടോയൊക്കെ എടുത്ത് കിച്ചിലുവിൻ്റെ കൂടെ ഇരുന്നിട്ട്, കിച്ചിലു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. ശരിക്കും പേര് കിയാരാന്നും വീട്ടിൽ കിച്ചിലു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അതേ ബർത്ത്ഡേക്കാർ കേക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി ഫോട്ടോ മൊത്തത്തിലെടുത്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.